ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പർച്ചേസിനായിട്ടായിരുന്നു. വീട്ടിലത്തേക്ക് ഒന്നുമില്ല. അപ്പോൾ എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളൊക്കെ മേടിക്കില്ല. ഞാനും ബബലുമാണ് എപ്പോഴും വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് എന്തോന്നൊക്കെയാണ് മേടിക്കണം എന്ന് നോക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഒന്നും പ്ലാൻ ചെയ്തില്ല. സാധാരണ ഞങ്ങൾ അങ്ങനെയല്ല, എന്തോന്നൊക്കെയാണ് മേടിക്കേണ്ടത് ലിസ്റ്റൊക്കെ തയ്യാറാക്കി അങ്ങനെയാണ് വരുന്നത്. പക്ഷെ ഇത് പെട്ടെന്നുള്ള തീരുമാനത്തിൽ മാമയുടെ വീട്ടിൽ പോകണ വഴിക്ക് ഞങ്ങൾ ഇവിടെയും കൂടെ ഒന്ന് കയറിയതാണ്. വന്ന പാടെ ബബലു എടുത്തുകൊണ്ട് വന്നത് സ്ട്രോബെറിയും കുറേ ലേസും ഒക്കെ ആയിരുന്നു. അവൾക്ക് അതൊക്കെയാണ് ആവശ്യം, അതെടുത്തു. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് കടല, അരി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബിരിയാണി അരിയൊക്കെ ഞങ്ങൾ മേടിച്ച്. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോന്നൊക്കെയാണ് മേടിക്കേണ്ടതെന്നും കൂടെ ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അരി നമ്മളെ ഇഷ്ടത്തിന് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ എത്ര എമൗണ്ട് ആണെന്നൊക്കെ നോക്കി പറഞ്ഞു തരും. നോർമലി ഇതെല്ലാവർക്കും അറിയാം. ഞാനിതിന് വോയിസ് കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ബസാറിൽ പാട്ടിട്ടേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് സവാള അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ മേടിച്ച് അത് മേടിച്ചതിന് ശേഷം പിന്നെ എന്താ വെച്ചാൽ തക്കാളി മേടിക്കാൻ പോയി. അപ്പോൾ ഞാനിവിടെ തക്കാളിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബബിലു ആണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കാണിക്കാത്തത്. തക്കാളി മേടിച്ചിട്ട് എനിക്ക് ബിരിയാണിയൊക്കെ വെച്ച് തരണേന്നാണ് അവൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനിയും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഇവൾ തല തിരിച്ചും തല കുത്തനും ഒക്കെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചേക്കുന്നത്. എനിക്കറിയത്തില്ല ഇവൾ എന്തിനിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതെന്ന്. അങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതും റോയായിട്ടില്ലാന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പാട്ട് പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചു. അങ്ങനെ പാട്ടൊക്കെ കേട്ടോണ്ട് ഞങ്ങൾ എന്തായാലും അത് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനത്തെയും സവാള ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വീട്ടിൽ സവാള ഉണ്ടായിരുന്നു, എനിക്ക് മറന്നുപോയി. പിന്നെ മാവ് മേടിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി മുകളിൽ പോകണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇനിയും കുറേ സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. എന്തൊക്കെയോ ഞങ്ങൾ സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ മെയിൻ സ്ഥലത്തോട്ട് പോയി കുറച്ച് ബിസ്ക്കറ്റ് മേടിക്കുക. ഇത് ഞങ്ങൾക്ക് മസ്റ്റാണ്. ചായയോട് നമുക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ കഴിക്കണില്ല, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഇഷ്ടമുള്ള ബിസ്ക്കറ്റൊക്കെ എടുത്തോന്നും പറഞ്ഞ് എടുക്കുകയാണ്. പിന്നെ ഈ വീഡിയോ ഉമ്മ കാണുമെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഉമ്മ ശ്രദ്ധിക്കണം. ഞങ്ങൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ജീവിക്കുന്നത്. ഒന്നും നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കാറില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ മേടിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ നോക്കി എടുക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഞങ്ങൾ എടുത്ത് അവിടെ ഞങ്ങൾ കുറേ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ എടുക്കണം. പക്ഷെ ഞാനും പോലും ഒരുമിച്ചാണ് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുക്കട്ടോ എന്ന് അവൾ എൻ്റെ അടുത്ത് ചോദിക്കും. എന്തായാലും അവളത് എടുക്കും. പക്ഷെ എന്നാലും അവൾ മുൻകൂട്ടി എൻ്റെ അടുത്ത് അവൾ ചോദിക്കും, പക്ഷേ ഞാൻ ഇതെടുത്തോട്ടാ അതെടുത്തോട്ടാ എന്ന് ചോദിച്ചിട്ട് അവൾ എടുക്കുള്ളൂ. ഞാനാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ച് വയ്ക്കത്തൊന്നുമില്ല, എന്നാലും അവൾ ചോദിക്കും. അപ്പം നമ്മളൊന്നും അടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും പറയാറില്ല, എടുക്കാൻ പറയും. ഇപ്പോഴല്ലേ എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒന്നും മേടിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ഞങ്ങളിന് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ താഴത്തുള്ള പർച്ചേസ് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റും കൂടെ നമുക്ക് മേടിക്കണമായിരുന്നു, അതും കൂടെ ഉള്ളൂ. ഇതിനിടയ്ക്കാണ് ഒരു കാര്യം നമ്മൾ വിട്ടുപോയത്. പഞ്ചസാര മേടിക്കാൻ പറഞ്ഞു. അതിനിടയ്ക്ക് കസ്കസ് എന്നും പറഞ്ഞ് ഒരാൾ തിരഞ്ഞ് നടക്കുവാണ്. പക്ഷെ അതിനും വരെ എടുത്തുകൊണ്ട് വന്നത് എള്ളാണ്. എന്നിട്ട് പഞ്ചസാര എടുത്ത് എന്നിട്ട് ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി മുകളിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും അങ്ങോട്ടൊന്ന് പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടൂല. അവിടെ നിന്നൊന്നും ഞങ്ങൾക്ക് എടുക്കാറൊന്നുമില്ല. ചിലപ്പോൾ സോപ്പ് സർഫൊക്കെ എടുക്കാനേ പോകുള്ളൂ. പക്ഷേ ഈ ഡ്രസ്സിൻ്റെ സെക്ഷൻ നമ്മൾ എപ്പോഴും വന്നിങ്ങനെ ഒന്ന് കറങ്ങും. നമുക്ക് അവിടെ നിന്നൊന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ എന്നാലും നമ്മളൊന്നിങ്ങനെ കറങ്ങും. നമുക്ക് അല്ലെങ്കിൽ എന്തോ ഒരു വിഷമം പോലെയാണ്. ജസ്റ്റ് ഒന്ന് അവിടെ ഇങ്ങനെ കറങ്ങി കാണും. അങ്ങനെ നമ്മൾ കറങ്ങി മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ നമുക്ക് അവിടെ ടീഷർട്ടൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാറുണ്ട്. അല്ലാതെ വലുതായിട്ടൊന്നും ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാറില്ല. എന്നാലും ഒന്നും എനിക്കിതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഷോർട്സും ടീഷർട്ടൊക്കെ അവിടെ നിന്ന് എടുക്കണം. അങ്ങനെ ഷോർട്സ് നോക്കി നമ്മൾ ബബുലു ഇവളിട്ടിരിക്കുന്നത് കണ്ട്. അപ്പം ഉരുത്താടി എന്ന് പറഞ്ഞിട്ട് അവളോട് അത് ചോദിക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് കറങ്ങിയപ്പോൾ 2 ടോപ്പും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അടിപൊളിയല്ലേ, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് എടുക്കാൻ വേണ്ടി നിൽക്കുവാണ്. എടുക്കാനല്ല, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇട്ട അടിപൊളിയാണെന്ന് പറഞ്ഞ് പ്രതീക്ഷയിൽ ഞാനും അവളും കൂടെ ഈ 2 ടോപ്പും എടുത്തുകൊണ്ട് പോയി. ഇട്ടപ്പോൾ കണ്ടത് ഇതാണ് ഗൈസ്. ഞങ്ങൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചേരുന്നില്ല. അപ്പോൾ അവിടെ സ്മാർട്ട് ബസാറിന് പാട്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ആ പാട്ടിൽ ഡാൻസ് കളിക്കുകയാണ് ബബിലു ഞാനും. എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഷോ ഒക്കെ കാണിച്ച് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതാണ് കൊള്ളത്തില്ല, നമുക്ക് ചേരുന്നില്ല, ബാക്കി എല്ലാവർക്കും ചേരും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട്. പല രീതിക്കും ഒരു സ്റ്റൈൽ നോക്കിയിട്ടും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവൾക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇട്ടൊക്കെ നോക്കി ഷോ ഒക്കെ കാണിച്ചിട്ട് ഞങ്ങൾ 2-3 വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് അത് അവിടെ തന്നെ ഊരി വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഫേസ് വാഷ്, സോപ്പ്, പാഡ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. അപ്പം ഞങ്ങൾ അതും എടുത്തിട്ട് നേരെ എങ്ങോട്ടാണ് പോയത്, താഴെ പോയി.
താഴെ പോയിട്ട് പിന്നെ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമായിരുന്നു. അതും 2 മാഗി അതും വേണം. അപ്പോൾ ഞങ്ങൾ അതൊക്കെ എടുക്കാൻ വേണ്ടി അപ്പോൾ അതൊക്കെ ഞങ്ങൾ വിട്ടുപോയതാണ്. അങ്ങനെ അതും എടുത്തിട്ട് ഞങ്ങൾ നേരെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. കുറച്ചധികം തിരക്കുണ്ട്. അങ്ങനെ ക്യൂ നിന്ന് ലാസ്റ്റ് ബില്ല് ചെയ്ത് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ ഇനി അവിടുന്ന് ഫുഡ് മേടിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. ഇതിനിടയ്ക്ക് ഒരു ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വണ്ടിയിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് എണ്ണ അടിക്കാൻ പോയിരുന്നു. ബബലുവിനോടെ നിർത്തിയിട്ട് അങ്ങനെ എണ്ണ അടിച്ച് വന്നിട്ട് ഞാൻ അവളെ വിളിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ടാണ് പോണത്. പക്ഷെ പോണ വഴിക്ക് ഫുഡ് മേടിക്കണം. പക്ഷെ ആ ക്ലിപ്പൊന്നും എടുത്തില്ല. അങ്ങനെ പോയി ലാസ്റ്റ് വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വീടെത്തിയിട്ടുണ്ട്. ആകെ ടയർഡാണ്. ഒന്ന് കുളിക്കണം, ഫുഡ് കഴിക്കണം, കിടന്ന് ഉറങ്ങണം. ഫ്രീ ഫയർ കളിക്കണം, കിടന്ന് ഉറങ്ങണം. അപ്പം ഇന്ന് ഇതായിരുന്നു നമ്മളെ ഷോപ്പിംഗ്. ചെറിയൊരു വ്ളോഗാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടൊക്കെ ഉള്ളൂ. കുറച്ച് ആവശ്യത്തിലാകും. രാത്രിയായിട്ട് പിന്നെ നമ്മൾ അധികം വേറെ എവിടെയൊന്നും കയറാൻ അങ്ങനെ വീഡിയോ എടുക്കാനില്ല. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വന്നു. ഭയങ്കര ടയർഡായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നു. അപ്പം ശരി, ഇനി നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വീണ്ടും വരും. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.